ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞങ്ങള് ഇന്ന് തമ്മില് കണ്ടപ്പോ ആൾക്കാർ ഇങ്ങനെ എന്താണാവോ എന്നൊക്കെ ഓർത്തിട്ട് അതെന്താന്ന് ആലോചിക്കുന്നുണ്ടാവും. അപ്പൊ സ്വപ്ന വാഹനം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട വാഹനം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് വാഹനമായിരിക്കും പ്രതീക്ഷിച്ചതെന്നാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് വാഹനമായിരിക്കും ഇപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ മറ്റാരുടെയെങ്കിലും ഒരാളുടെ വീഡിയോ കാണും. അപ്പൊ നമ്മൾ ഏത് വാഹനമായിരിക്കും സ്വപ്ന വാഹനം? ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം ബെൻസാ അല്ല, ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ടല്ലോ. അപ്പൊ അതിനകത്തൊരു വാഹനമായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക സ്വാഭാവികമായിട്ടും. അപ്പോ പക്ഷെ ഞങ്ങളുടെ ആ ഒരു സ്വപ്നം വേറൊരു രീതിയിലാണ്. ആ വാഹനം എന്താ, ഞങ്ങളിപ്പോ ഇരിക്കുന്ന ഒരു വാഹനമാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഞങ്ങൾ രണ്ടും തോളോട് തോളി ചേർന്ന് ഒട്ടി ഒരുമിക്കാണ് ഇരിക്കണേ. അപ്പൊ ആ വാഹനം എന്ന് പറഞ്ഞത് ഈ വാഹനമാണ്. ഇത് ഏതായിരിക്കും വാഹനം? ഏതായിരിക്കും? ഇതൊരു 2010 മോഡൽ ആൾട്ടോയാണ്. അപ്പോ ഞാന് എന്റെ വീട്ടിലെ വണ്ടികള് മറ്റേ നവിയും ബ്രസയും ഒക്കെ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെ പരിചയപ്പെടുത്തിയ സമയത്ത് ഞാൻ ഇങ്ങനെ വളരെ കാഷ്വൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു, അതായത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ആൾട്ടോ. കാരണം എന്റെ ചെറുപ്പത്തിലെ എന്റെ മനസ്സിൽ ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് അന്ന് നമുക്ക് നമ്മുടെ വീട്ടില് സാഹചര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു വാഹനം ആണല്ലോ നമുക്ക് ആദ്യമായിട്ട് നമുക്കൊരു ആഗ്രഹം തോന്നുന്നു. അപ്പൊ അത്തരത്തിലൊരു വാഹനം എന്ന് പറഞ്ഞാൽ അത് ആൾട്ടോ ആയിരുന്നു. അപ്പൊ അങ്ങനെ അന്ന് ആ വാഹനം വാങ്ങണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വാങ്ങിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പൊ കിട്ടിയാലും ഞാൻ വാങ്ങുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ അത് വെറുതെ പറഞ്ഞതല്ല. ഞാൻ കുറെ കാലം ആയിട്ട് അതിന്റെ പുറകെ ഇങ്ങനെ നല്ല വണ്ടി കിട്ടുമ്പോ നല്ല വണ്ടി ആയിരിക്കണം. നമുക്ക് ബ്രസ് കൂടാതെ ഒരു വണ്ടിയും കൂടെ വേണം എന്നുള്ള ഒരു സിറ്റുവേഷൻ. അതായത് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോകാനോ അല്ലെങ്കിൽ നമുക്കൊരു കുഞ്ഞു വണ്ടിയും കൂടെ വേണമെന്ന് ആലോചിച്ചപ്പോ രണ്ടുപേർക്കും ഒരുപോലെ മനസ്സിൽ ആദ്യം വന്നൊരു വണ്ടിയാണ് ഓൾട്ടോ. കാരണം പിന്നെ പുതിയ ഓൾട്ടോ ഉണ്ട് ഇപ്പൊ. പക്ഷെ അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം അത് ഒരുപക്ഷെ ഈ സാധനം നമ്മുടെ മനസ്സിൽ കിടക്കുന്നോണ്ടായിരിക്കും. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് എല്ലാവരും ഉപദേശിച്ചു എനിക്ക് കൂടെ ഓടിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരും ഓട്ടോമാറ്റിക് എടുക്കണേ. അപ്പോ ഏതെങ്കിലും പുതിയ വണ്ടി ഇപ്പൊ EMI ഇട്ടിട്ടാണെങ്കിലും ഓട്ടോമാറ്റിക് എടുക്കുക എന്നൊക്കെ ഇങ്ങനെ കുറെ പേര് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെറുപ്പത്തിൽ നമുക്ക് കുറെ ആഗ്രഹങ്ങൾ ചെറുപ്പത്തിലുണ്ടാവും. പക്ഷെ ചില ആഗ്രഹങ്ങൾ ഇങ്ങനെ എപ്പോഴെങ്കിലും നമുക്ക് ലൈഫിൽ ഇത് അച്ചീവ് ചെയ്യണം എന്ന് തോന്നുന്ന ചില ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും. അതില് ഒരു ആഗ്രഹമാണ് എന്റെയും ലിവിച്ചന്റെയും ഈ ഒരു. അതെ, ത്രേസ്യാമ്മ വീട്ടില് കഞ്ഞി കുടിക്കാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പണ്ട്. അതായത് അന്ന് അവളുടെ അമ്മയ്ക്ക് അമ്മയും പപ്പയും കൂടെ കഷ്ടപ്പെട്ട് സ്വർണ്ണമൊക്കെ കൂട്ടി വെക്കുകയാണ് ഇവളെ കല്യാണം കഴിക്കാൻ. ഞാൻ പറയും, നിങ്ങൾ ഈ സ്വർണ്ണം എടുത്തു വെക്കുന്ന സമയം എനിക്ക് ഒരു കാറ് മേടിച്ചതാ. അപ്പൊ അന്ന് അവിടെ അടുത്തൊരു ചേച്ചിക്ക് ഒരു കുഞ്ഞ് ആൾട്ടോ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ ചേച്ചി എനിക്കാണെങ്കിൽ വില കുറച്ച് തരാന്നൊക്കെ പറഞ്ഞു. ഞാൻ എടുക്കുകയാണെങ്കിൽ ആ വില കുറച്ച് തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മ എനിക്ക് ഓടിച്ച് പഠിക്കാൻ വേണ്ടിട്ട് എനിക്കൊരു ഓൾട്ടോ. അത് പറയാൻ കാരണം, ഞാനൊരു ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഓർമ്മ വെച്ചപ്പോ എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ കാറുണ്ട്. അപ്പൊ എന്റെ പപ്പയ്ക്ക് കാർ ഓടിക്കാൻ അറിയില്ല. അപ്പൊ പപ്പ 2 വീലർ ഓടിക്കണം. അപ്പൊ ഞാൻ വീട്ടിലെപ്പോഴും പറയും, പപ്പ കാർ ഓടിക്കാൻ പഠിക്കുക, നമുക്ക് കാറ് മേടിക്കാം. അപ്പൊ പപ്പ പറയോ എന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനത്തെ ഒരു മൂടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് അപ്പൊ ഞാൻ അന്ന് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിലൊക്കെ കൂടുതൽ വരുന്ന ഒരു വണ്ടി ഓൾട്ടോ ആയിരുന്നു. അപ്പൊ ഞാൻ വളരെ ചെറുപ്പത്തില് എനിക്ക് കുറച്ച്, അപ്പൊ എന്റെ മനസ്സിലെന്താ, നമ്മളൊരു +2 ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ജോലിയൊക്കെ മേടിച്ച് കുറച്ച് കൂട്ടി വെച്ച് ലോൺ എടുത്തിട്ടാണെങ്കിൽ ഒരു കാർ മേടിക്കണം. അതായിരുന്നു എന്റെ ഒരു പ്ലാൻ. അപ്പൊ എന്റെ പ്ലാനിലുണ്ടായിരുന്ന വണ്ടിയാണ് ഓൾട്ടോ. ഞാൻ ഓൾട്ടോ മേടിക്കും. ത്രേസ്യാമ്മയുടെ പ്ലാനിലുണ്ടായിരുന്ന ഓൾട്ടോ നീല കളറും എന്റെ ഇഷ്ടത്തിലുള്ള ഓൾട്ടോ റെഡ് കളറുമാണ്. അപ്പൊ ഈ 2 കളറും അത് ഏത് കളർ ഇപ്പൊ ഏതായാലും നമുക്ക് അത്ര ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഈ 2 കളറാണ് ഞങ്ങൾ മെയിൻ ആയിട്ടും കൂടുതലും OLX-ലായി അവിടെ ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒരു 10-500 കിലോമീറ്റർ 1.5 വർഷമായിട്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ കൂടെ പോയി വണ്ടി ഓടിച്ചു നോക്കുകയൊക്കെ ചെയ്തു. അപ്പൊ വണ്ടി ഓടിച്ചു നോക്കാനായിട്ട് പല സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ പോയി. പക്ഷെ അതൊന്നും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ഓൾട്ടോ ഓടിച്ചു നോക്കി, കുറെ ഓൾട്ടോകൾ ഓടിച്ചു നോക്കി. പക്ഷെ അതൊന്നും ഇഷ്ടമായില്ല. അതിന്റെ കാരണം പലതായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പഴയ വണ്ടിയാകുമ്പോൾ കുറെ ഓടി അതിന്റെ സകല അടപ്പം തെറിച്ചിരിക്കുന്ന വണ്ടികളൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ അതൊന്നും എടുക്കാൻ ആഗ്രഹമില്ലാതെ ഞങ്ങൾ പിന്നെ ആ ശ്രമം ഉപേക്ഷിച്ചു. പക്ഷെ ഇവളുടെ ത്രേസ്യാമ്മയുടെ കസിൻ തൃശ്ശൂർ കുന്നംകുളം BRD-യിലെ സർവീസ് ഡിവിഷനാണ്. അപ്പൊ അവനോട് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ നല്ല വണ്ടി വരുമ്പോൾ കാണിക്കണം. അപ്പൊ അവനിങ്ങനെ കുറെ വണ്ടികളൊക്കെ അയച്ചു. പക്ഷെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ദിവസം ഈ വണ്ടി എന്നോട് പറഞ്ഞു, അളിയ ഇങ്ങനെ ഒരു വണ്ടി കൊടുക്കാനുണ്ട്. അദ്ദേഹം കൊടുക്കില്ലായിരിക്കും, കാരണം ആൾക്ക് ഓടിക്കാൻ വയ്യാണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ചിലപ്പോൾ കൊടുക്കാം. പക്ഷെ കൊടുക്കാൻ ആ പുള്ളിക്ക് ആഗ്രഹമൊന്നും ഇല്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ അളിയനൊന്ന് ചോദിച്ചു നോക്ക്, ചിലപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞ നമ്പർ തന്നു. പിന്നെ അവൻ പറഞ്ഞതുകൊണ്ട് അവൻ പ്രത്യേകിച്ച് അവന് നല്ല ഐഡിയ ഉള്ള ഒരാളാണ് വണ്ടിയെ പറ്റി. അപ്പൊ അവന് അത്യാവശ്യം നമ്മുടെ വണ്ടിയൊക്കെ നമ്മുടെ ബ്രസ്സൊക്കെ അവന്റെ അടുത്താ കൊടുക്കാറ്, നമ്മുടെ സർവീസിനൊക്കെ. അപ്പൊ നമ്മളെപ്പോഴും അവൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് പിറ്റത്തെ ദിവസമാണ് നമ്മൾ പോയി. അതെ, പിന്നെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ പ്രത്യേകത വെച്ചാൽ 15 വർഷം കൊണ്ട് ഈ വണ്ടി 8500 കിലോമീറ്ററിന് മുകളിൽ, അതായത് 9000 കിലോമീറ്റർ താഴെയാണ് ഓടിയിട്ടുണ്ടായിരുന്നത്. കൃത്യമായ സർവീസുകളും എല്ലാം ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ
ഇതാ ഈ മുകളിലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു പുതിയ വണ്ടി നമ്മൾ ഷോറൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വരുമ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയാണ് ഇതിന്റെ ഈ റൂഫും സീറ്റുകളും. അത് ഇതാ ഈ സാധനത്തുണ്ട്, ഇതിന്റെ കവർ ഒന്നും പൊട്ടിച്ചിട്ടില്ല. അപ്പൊ അത്രയും ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടി കിട്ടിയപ്പോ പിന്നെ ഒന്നും നോക്കില്ല. ആ ചേട്ടന്റെ അടുത്ത് പോയി ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ചേട്ടാ ഇത് എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നെ എന്തോ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അതെ, ഞാനും ത്രേസ്യാമ്മയും ജോണൂസിനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ കുറച്ച് പൈസ കൂടുതൽ കൊടുക്കേണ്ടി വന്നു. ഞങ്ങൾ ഈ കഥയൊക്കെ അവിടെ പറഞ്ഞു കേൾപ്പിച്ചു, ഞങ്ങളുടെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണ്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ അങ്കിള് കൊടുക്കണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്കിള് ഹാപ്പി ആയിരുന്നു എന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ അത്രയും സൂക്ഷിച്ച് ഇഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന വണ്ടിയാണ്. അപ്പോ പുള്ളിക്കാരന് അത് ഓടിക്കാൻ വയ്യാത്തത് കൊണ്ട് ആ വണ്ടി വെറുതെ കിടന്ന് പോകണ്ടല്ലോ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് തന്നു. അപ്പൊ ഞങ്ങളത് വളരെ സന്തോഷത്തോടെ വാങ്ങി. ഇതിന്റെ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു 5 വർഷത്തേക്ക്. ഇതിന്റെ അതായത് അത് വേറൊരു സംഭവമാണ്. അതായത് ഞാനിത് ടെസ്റ്റിന് കൊണ്ടുപോയി ചെല്ലുമ്പോൾ വെഹിക്കിൾ വന്നിട്ട്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വന്നിട്ട് ഈ വണ്ടിയിൽ ഒന്നും നോക്കിയില്ല. ഈ വണ്ടി കണ്ടപ്പോൾ തന്നെ ഇതിന്റെ വെറുതെ സീറ്റ് ബെൽറ്റ് വലിച്ചു നോക്കി, ബാക്കിൽ എന്താ പറയാ സ്റ്റെപ്പിന് ടയർ ഉണ്ടോന്ന് നോക്കിയിട്ട് ഓക്കെ എന്ന് പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല. കാരണം അത്രയും പുള്ളിക്ക് മനസ്സിലായത് കണ്ടപ്പോ തന്നെ. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ജസ്റ്റ് പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയപ്പോ ആ ചേട്ടനോട് ചോദിച്ചു, ഇത് ഏത് വർഷത്തെ വണ്ടിയാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു 2010 ഞാൻ സെക്കൻഡ് ഹാൻഡ് എടുത്താണ്. അപ്പൊ പുള്ളി ചോദിച്ചത് എവിടെ നിന്ന് കിട്ടി, ഇത് പെയിന്റ് അടിച്ചതാണ് പുതുതായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ല, ഇത് അധികം ഓടാണ്ട് കിടന്നതാണ്. അപ്പൊ അങ്ങനെ എന്തോ ആ നവി പോലെ തന്നെ ഇപ്പൊ ആളുകൾ എല്ലാരും വന്നിട്ട് ചോദിക്കും, എത്ര വർഷമായി ടെസ്റ്റ് കഴിഞ്ഞതിന് വേണ്ടി പെയിന്റ് അടിച്ചാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ ഈ കഥ പറയുമ്പോൾ അവർക്കും വളരെ എന്താ പറയാ ഭയങ്കര സന്തോഷം തോന്നുന്നു. അപ്പൊ ഞങ്ങള് ഇന്നിപ്പോ പുറത്ത് പോയേക്കാം എന്നൊക്കെ. ത്രേസ്യാമ്മയുടെ അമ്മ വീട്ടിൽ എല്ലാവരും ഇല്ല. അപ്പൊ ഞാനും ത്രേസ്യാമ്മയും ഹൗസും ജോണും ഉള്ളത്. 2 എണ്ണം പുറകെ കിടന്ന് കുരങ്ങന്മാർ 2 പുറകെ കിടന്ന് ഉറക്കാണ്. അപ്പൊ ആക്ച്വലി ഞങ്ങൾ ഈ ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് തൊട്ട് പ്ലാൻ ചെയ്ത് തുടങ്ങിയതാ. അപ്പൊ ഇവന്മാരെ ഒന്നെങ്കിൽ ഒരുത്തൻ കരയും അല്ലെങ്കിൽ മറ്റവൻ കരയും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ ബഹളായിരിക്കും. അപ്പൊ നമുക്ക് ഒരു സമാധാനത്തിൽ നമ്മുടെ ഈ പഴയകാല സ്വപ്നം, അതിനുശേഷം നമുക്ക് സ്വിഫ്റ്റ് വന്നു, ബ്രസ വന്നു, ഇതൊക്കെ വന്നെങ്കിൽ പോലും ഉള്ളിലത്തെ ഈ ഒരു ഓൾട്ടോമോഹം അവിടെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ സ്പെഷ്യൽ ആണ്. അപ്പൊ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഓൾട്ടോ ആയിട്ട് ഇന്ന് ഇറങ്ങിയേക്കുന്നത്. അതെ, അതുപോലെ തന്നെ ത്രേസ്യാമ്മയ്ക്ക് കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹം. അതായത് ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞ് കൊതിപ്പിച്ചു. എന്താന്ന് വെച്ചാല് ഞാനൊരു ദിവസം കുമളിയിലൊരു കോളേജിൽ ഞാൻ ഗസ്റ്റായിട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾ വാഗമണ്ണ് കൂടിയാ പോയി. അപ്പോൾ ഈ തൊടുപുഴയിൽ വാഗമണ്ണ് കയറ്റമൊക്കെ കയറി ചെല്ലുമ്പോൾ അവിടെ നിന്നൊരു ഫ്രഷ്ലി പ്രിപ്പയർഡ്, അതായത് അപ്പൊ തന്നെ അവർ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഫിഷ് കട്ട്ലറ്റ് കഴിച്ചു. അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ത്രേസ്യാമ്മയെന്ന് വന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു. എനിക്ക് നോമ്പ് കൂടെയായിരുന്നു. പ്രലോഭിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അന്ന് തൊട്ട് ത്രേസ്യാമ്മ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എന്നോട് ഞാൻ എപ്പോഴും പറയും. അപ്പൊ കുറച്ച് കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സത്യം പറയാം, ഏത് കയറ്റവും കയറും ഈ വണ്ടി. നമ്മൾ പല വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതായത് ഹിമാലയത്തില് ട്രിപ്പ് പോകുന്ന ആളുകള് അവിടെ ചെല്ലുമ്പോൾ മറ്റേ ടാക്സി ആയിട്ട് വിളിക്കുന്ന വണ്ടികളിൽ പല വണ്ടികളും വലിയ വണ്ടികൾ കുടുങ്ങി കിടക്കുമ്പോൾ അതിന്റെ സൈഡിൽ കൂടെ ആൾട്ടോ കയറി പോകുന്ന വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. അപ്പൊ AC ഓഫ് ആക്കിയാൽ ഇത് ഏത് കയറ്റവും കയറും. പക്ഷെ നല്ലൊരു പവർ ഉണ്ട് AC ഓഫ് ആക്കുമ്പോൾ. AC ഇടുമ്പോഴും ഉണ്ട്, പക്ഷെ AC ഓഫ് ആക്കുമ്പോൾ എനിക്ക് പക്ഷെ ഇഷ്ടപ്പെട്ടു. ഇത് വെച്ചിട്ടാണ് പരിപാടികൾ പടക്കുതിര. ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്താ, നമുക്കൊരു നമ്മുടെ വീട്ടിലൊരാള് ഒരു മെമ്പർ ആഡ് ആവുന്ന പോലത്തെ. നമുക്ക് ഈ വണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഇതാ നീ ഇറങ്ങിപ്പോ, ഞാൻ ഇത് കാണിച്ചു കൊടുക്കാം. ഞാൻ ഈ വണ്ടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിന്റെ എക്സ്റ്റീരിയർ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഞങ്ങൾ വെറുതെ തള്ളിയതല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിത് കാണുക. എങ്ങനെയുണ്ട് ത്രേസ്യാമ്മേ? അടിപൊളി. ഇതാണ് എന്റെ ഓൾട്ടോ കുട്ടൻ. കണ്ടില്ലേ, എന്റെ പെയിന്റ് ഒന്നും ഫെയ്ഡ് ആയിട്ടില്ല. ഈ ഒരു സൈഡിൽ സ്റ്റിക്കർ കുറച്ച് ഫെയ്ഡ് ആയിട്ടുണ്ട്. കാരണം ഈ സൈഡാണ് വെയിൽ കൊണ്ട് കിടന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സൈഡിൽ സ്റ്റിക്കർ മാത്രമാണ് കുറച്ചൊന്ന് ഫെയ്ഡ് ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം വണ്ടി വെറുതെ പുതിയ വണ്ടി പോലെയാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ? അതുപോലെ തന്നെ 2 പേരെ സീറ്റിലാക്കിയേക്കാണ്. അത് എവിടെ പോകുമ്പോഴും മസ്റ്റാണ്. അതെ, സീറ്റ് രണ്ടും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ എപ്പോഴും കയ്യില് അല്ല വണ്ടിയുടെ ബാക്കിലുണ്ടാവും. അവരുടെ ഒരു സേഫ്റ്റിക്കാണ് ആക്ച്വലി. അതെ, പിന്നെ മാർക്ക് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. പിന്നെ ഈ വണ്ടിയുടെ ബാക്കിൽ 2 സീറ്റും കൂടെ വെച്ചാൽ പിന്നെ ഒന്നുമില്ല. നമ്മൾ തന്നെ ആക്ച്വലി കെട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. ഹൗസേ എന്താടാ? ഹൗസ് എഴുന്നേറ്റു. ഹൗസ് ജോണുവിന്റെ പോലെയല്ല. ഹൗസ് ജോണുവിന്റെ പോലെയല്ല. ജോണുവിന് നമ്മള് ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടല്ലേ, ജോണോ
ജോണോ ഒരനക്കില്ല. ജൂണോ എന്റെ അതേ രീതിയാണെന്നാണ് എല്ലാരും പറഞ്ഞത്. പക്ഷെ ത്രേസ്യാമ്മയുടെ രീതിയാണോ അതോ? എന്റെ രീതി എന്നോളൂ. എനിക്കും ഉറക്കം അങ്ങനെ ഉറക്കമുണ്ട്, പക്ഷെ നന്നായിട്ട് ഉറങ്ങുമൊക്കെ ചെയ്യും ത്രേസ്യാമ്മ. ഉറങ്ങുമ്പോ നല്ല ഡീപ്പായിട്ട് ഉറങ്ങും. പക്ഷെ ഞാൻ എപ്പോ എഴുന്നേറ്റാലും ഫ്രഷാ. അതുപോലെയാണ് ഹൗസും. ഒരു ഈച്ച പറഞ്ഞ ഹൗസ് എഴുന്നേക്കണ്ടോ? ഹൗസ് വേണ്ട അപ്പ എടുക്കാം. അപ്പൊ എടുക്കാം ലൗസുനെ. ഹൗസുനെ ഞങ്ങൾ വീഡിയോയിലൊന്നും കാണിക്കണമെന്നൊരു പരാതി പലരും പറഞ്ഞു. അപ്പൊ ഇതാ കാണിക്കാൻ കൈ ഒടുങ്ങിയിരിക്കും, അല്ലെങ്കിൽ കണ്ടോ? ആ പറഞ്ഞവരൊക്കെ കാണും. ഇതായിരിക്കണം. ചിരിയൊക്കെ റേഷനാണ്. റേഷൻ കിട്ടിയാ കിട്ടി അല്ലടാ. ഇവിടെ തക്കുടുവാണ്. അപ്പൊ മൂത്ത തക്കുട് പുറകെ മൂത്ത തക്കുടുവിന് ഇനി എന്തായാലും എവിടെ ചെന്ന് ഇറങ്ങി ഒന്ന് കുലുക്കി വെള്ളമൊക്കെ തടിച്ച് എഴുന്നേക്കുമ്പോ അമ്മേ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോ എഴുന്നേക്കുന്നത്. അതെ. അപ്പൊ എന്തായാലും നമുക്ക് ആ പോയിട്ട് ആ ഫിഷ് കട്ട്ലേറ്റ് ഒന്ന് കഴിക്കാം. ഞങ്ങള് വാഗമണിലേക്ക് പോണില്ല, വാഗമണിലേക്ക് പോകുന്ന വഴിക്കാണിത്. അപ്പൊ വാഗമണിലേക്ക് കയറി പോകുന്നില്ല. നമ്മൾ ഇറങ്ങിയ സമയം ലേറ്റ് ആയി. കാരണം ഇവന്മാരെ മുടിവെട്ടൽ ദിവസമൊക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഒരു ബാല്യകാല സ്വപ്നം, ബാല്യകാലമാണോ കൗമാരകാലാണോ വാർദ്ധക്യകാലല്ല, അതായത് നമുക്ക് എന്താന്ന് വെച്ചാല് ത്രേസ്യാമ്മ ഇപ്പൊ നമ്മുടെ സ്വപ്നം എന്ന് പറയുമ്പോഴേ എല്ലാവരും വിചാരിക്കും ഇപ്പൊ ഇതൊക്കെ ഒരു സ്വപ്നമാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇതൊരു സ്വപ്നമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അതായത് നമ്മള് പ്രായം, അതായത് നമ്മൾ ഓരോ പ്രായം കഴിയുമ്പോഴും നമുക്ക് സ്വപ്നങ്ങൾ മാറി മാറി വരാം. പക്ഷെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ കയറി കൂടിയിട്ടുള്ള പല സാധനങ്ങളും നമുക്ക് പിന്നീട് എപ്പോഴും എന്നും വളരെ സ്പെഷ്യൽ ആയിരിക്കും. ചില സ്വപ്നങ്ങൾ മാഞ്ഞു പോകും, വേണ്ടാന്ന് വെക്കും. എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു മുകളിലത്തെ നിലയിലിടുന്ന കൊട്ട, ചൂരൽ കൊട്ട. അതെനിക്ക് ഭയങ്കര, ഞാൻ പണ്ടും ഇപ്പോഴും നന്നായി പുസ്തകം വായിക്കും. അപ്പൊ എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു ആ കൊട്ടയിലിരുന്ന് ആടി പുസ്തകം വായിക്കുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഇപ്പൊ എനിക്കൊരു കൊട്ട വാങ്ങിയിടാൻ പറ്റും, ദൈവം സഹായിച്ച്. പക്ഷെ എനിക്ക് ആ ആഗ്രഹം പോയി. പക്ഷെ അങ്ങനെ അത് ഞാൻ പറഞ്ഞത് ഒരു എക്സാമ്പിൾ പറഞ്ഞത്, പല ആഗ്രഹങ്ങളും ചെറുപ്പത്തിൽ നമുക്ക് കുട്ടികളായിരിക്കുന്നതിന്റെ പേരിൽ തോന്നുന്ന ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ അത് ചിലപ്പോ എനിക്ക് ഏറ്റവും ചെറുപ്പത്തിലുണ്ടായിരുന്ന സ്കൂട്ടറിന്റെ ഫ്രണ്ടിൽ ഇരിക്കാന്ന്. കുറച്ച് പ്രായം കഴിഞ്ഞപ്പോഴും പപ്പയൊക്കെ എന്റെ തലയിലേക്ക് പിടിച്ച് തള്ളണ ഒരു പ്രായം വരുമ്പോഴും അതുപോലെ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ടൂ വീലർ ഓടിക്കാനായിട്ട്. പക്ഷെ ഇപ്പൊ അവർക്ക് എന്റെ പുറകെ ഇരിക്കാനാണ് ഇഷ്ടം. അതെ, അതുപോലെ പക്ഷെ കാർ ഓടിക്കാൻ അവർക്ക് ഇഷ്ടമുണ്ട്. അതെ. അപ്പൊ അങ്ങനെ പിന്നെ കാറ് കൂടുതൽ ഞാനാണ്. എനിക്ക് ആരുടെയും കൂടെ ഇരുന്ന് സൈഡിൽ ഇരിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് പിന്നെ ഞാൻ ഓടിക്കുമ്പോൾ ലീവ്സ് ഉണർന്നിരിക്കണം. ലീവ്സ് ഓടിക്കുമ്പോൾ എല്ലാവർക്കും റിലാക്സ് ആയിട്ടിരിക്കാം. അതാണ് അതിലെ വ്യത്യാസം. അപ്പൊ അങ്ങനെ ചില ആഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞു വന്നത്. പക്ഷെ ഈ ആഗ്രഹം നമുക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട് നമുക്ക് മനസ്സിലായത് നമ്മൾ ഏത് കാറിൽ പോകുമ്പോഴും ഓൾട്ടോയിൽ പോകുന്ന ആൾക്കാരെ നോക്കിയിട്ട് അവർക്ക് എന്ത് സന്തോഷമായിരിക്കല്ലേ ഞങ്ങൾ പറയാം. അതായത് നമ്മൾ ഇത്ര ഒട്ടി അടുത്തടുത്തിരുന്ന് പോകുമ്പോൾ ഞങ്ങൾ പറയും അപ്പൊ അവര് നല്ല, മാത്രമല്ല ഈ ഓൾട്ടോ കാറുകളിൽ പോകുന്ന ഫാമിലിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം അവരുടെ ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി, ഏറ്റവും ഇഷ്ടപ്പെട്ട് കുറെ കാലം കൊണ്ട് ആഗ്രഹിച്ചെടുത്ത ഒരു കാറായിരിക്കും അത്. അപ്പൊ ആ കാറിന്റെ ഉള്ളിൽ അവര് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ആ പോകുന്ന ട്രിപ്പ് വളരെയധികം എൻജോയ് ചെയ്തായിരിക്കും അവര് പോകും. അപ്പൊ അത് മാത്രമല്ല നല്ല വൃത്തിയുള്ള ആൾട്ടോകൾ കാണുമ്പോൾ ഞാനിങ്ങനെ പണ്ടും ത്രേസ്യാമ്മ വിളിക്കും, ത്രേസ്യാമ്മ അത് കൊടുക്കണ്ടെന്ന് വെച്ചാൽ അത് കൊടുക്കണ്ടെന്ന്. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് അത് കിട്ടി. എന്തായാലും ദൈവത്തിന് നന്ദി. അതുപോലെ ആ അങ്കിള് അത്രയും പ്രാർത്ഥിച്ചിട്ടാണ് എന്റെ കയ്യിലേക്ക് കീ തന്നത്. നല്ലൊരു അങ്കിളാണ്. അപ്പൊ അങ്കിള് ആന്റി നല്ല ആൾക്കാരാണ്. അപ്പൊ അവര് അത്രയും പ്രാർത്ഥിച്ച് സ്നേഹത്തോടെ, റിട്ടയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്. അപ്പൊ അവരുടെ റിട്ടയർമെന്റ് ലൈഫ് അവർ നന്നായിട്ട് ഇരിക്കുന്ന സമയത്തും കൂടെയാണ് നമുക്ക് തന്നെ. അപ്പൊ നല്ല സ്നേഹത്തില് സന്തോഷത്തില് പ്രാർത്ഥിച്ചാണ് തന്നെ. ഞാനൊന്ന് ഗിയർ മാറുമ്പോ അല്ലെങ്കിൽ ഞാനൊരു വണ്ടി എടുത്താൽ ആദ്യം കൊണ്ട് പള്ളിയിൽ കൊണ്ട് വെഞ്ചരിപ്പിക്കാറുണ്ട്. പക്ഷെ ഈ തവണ കാരണം അങ്ങനെ ചെയ്യേണ്ട ആവശ്യം, കാരണം അദ്ദേഹം അത്രയും വിശ്വാസിയായിട്ടുള്ള ഒരാളാണ്. അപ്പൊ പുള്ളി അത്രയും നല്ല പ്രാർത്ഥിച്ചു, നമ്മളും കയറി ഇരുന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞാനിപ്പോ ഒന്ന് ഗിയർ മാറുമ്പോ ഒരു ശബ്ദം വന്നപ്പോ ചോദിച്ചാൽ പറയും നീ അങ്കിളിനെ ഓർക്കണം. ആ വേറൊരു കാര്യമുണ്ട്, അതായത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ആ വണ്ടി മേടിച്ചോണ്ട് വന്നു കഴിയുമ്പം നമ്മള് വീടിന്റെ ഫ്രണ്ടിലിട്ടപ്പോ മഴ നനഞ്ഞ് കിടക്കുകയാണ് രണ്ടു ദിവസം. ഞാനൊരു 4 ദിവസത്തിനുള്ളില് അത് ആ വീടിന്റെ ഫ്രണ്ട് ഈ വണ്ടി നനയാതെ ഫുള്ള് റൂഫ് ചെയ്യാൻ തന്നെ ഈ വണ്ടിയുടെ പകുതി കാശായി. അപ്പോ പക്ഷെ അത് നമ്മൾ അത്രയും സ്നേഹത്തോടെ അദ്ദേഹം കൊണ്ടുവരുന്ന വാഹനം വണ്ടി നമ്മൾ അവിടെ കൊണ്ടുപോയി വെയിലത്ത് മഴയത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളോട് ദൈവം പൊറുക്കില്ല. അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെ വണ്ടി ഓടിക്കുമ്പോഴും എന്റെ അടുത്ത് പറയും നീ എപ്പോഴും അങ്കിളിനെ ഓർക്കണം, അങ്കിൾ എത്ര സൂക്ഷിച്ചു കൊണ്ടുവരണ്ടെന്ന് ആലോചിക്കണം. അപ്പൊ എനിക്കൊരു കുറ്റബോധം വരും, അയ്യോ ശരിയാ. അതൊക്കെ എന്റെ സൈക്കോളജിക്കൽ മൂവ്, അവള് വണ്ടി മര്യാദയ്ക്ക് ഓടിക്കാൻ. അതുപോലെ തന്നെ ജോൺ ഇതിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ആക്കുമ്പോഴേക്കും ബ്രസയില് അവൻ എന്ത് കാണിച്ചാലും ലയിച്ച ഒന്നും പറയാറില്ല. പക്ഷെ ഇതില് ഇപ്പൊ ഫുഡ് കഴിക്കുമ്പോഴായാലും എന്താണ് ചോദിച്ചു പറയും ഇതിലൊരു ഫുഡ് ഐറ്റം കയറ്റണ്ട, അത്രയും ക്ലീൻ ആയിട്ടാണ് അങ്കിൾ കൊണ്ടു നടന്നത്, നമുക്കും അതുപോലെ കൊണ്ടു നടക്കണം. അങ്ങനെ എപ്പോഴും നമുക്കൊരു സ്പെഷ്യൽ ഒരു
എന്താ പറയാ കൺസിഡറേഷൻ ഉണ്ട് നമ്മുടെ ഓൾട്ടക്കുട്ടനോട്. അപ്പൊ എന്തായാലും ഇന്നാണ് നമ്മൾ ശരിക്കും ഇതിലൊരു ട്രിപ്പായിട്ട് പോകണം. നമ്മുടെ കുറെ ദൂരങ്ങൾക്ക് പോയി. പക്ഷെ ഇപ്പൊ എറണാകുളത്തേക്കൊക്കെ ഞാൻ പോകുമ്പോ ഞാൻ മാക്സിമം ഈ വണ്ടി എടുത്താണ് പോവാറ്. കാരണം സുഖമായിട്ട് സ്റ്റുഡിയോകളിലൊക്കെ റെക്കോർഡിങ്ങിന് പോകുമ്പോ പ്രത്യേകിച്ച് റെക്കോർഡിങ്ങിന് സ്റ്റുഡിയോകളിൽ പോണ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ടുള്ള സ്പേസ് ആയിരിക്കും. അവിടെ അധികം സ്ഥലം ഉണ്ടാവില്ല വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് കയറ്റിയിടാനും സേഫ് ആയിട്ട് ഇട്ടിട്ട് പോകാനും ഒക്കെ നമുക്ക് ഏറ്റവും എളുപ്പം ഈ വണ്ടി ആയതുകൊണ്ട് ഞാനിപ്പോ കൂടുതൽ വണ്ടിയിലാണ് എറണാകുളത്തേക്ക് പോവാ. പാർക്ക് ചെയ്യാനും എന്തായാലും അപ്പൊ അങ്ങനെ നമുക്കിപ്പോ എന്തായാലും പോയിട്ട് ആ ഫിഷ് കട്ട്ലേറ്റും കൂടെ ഒന്ന് കഴിച്ച് അതെ. പാലൊഴുകുന്ന പോലത്തെ കുഞ്ഞ് രണ്ട് വെള്ളച്ചാട്ടങ്ങൾ ഇവിടെ കാണാം. അതൊന്ന് ദൂരേക്ക് വെക്കാൻ നല്ല രസമാണ്. എന്ത് രസമാണ്. അവിടെ കുറെ പേര് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അവിടെ കുറെ പേര് കുളിക്കാൻ വെള്ളത്തിൽ കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുളിക്കാൻ സ്ഥലമൊന്നുമില്ല, പറ്റില്ല. അതിനുള്ള വെള്ളമില്ല. മഴക്കാലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി കുതിച്ചു വരികയായിരിക്കും വെള്ളം. ഇപ്പൊ എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ എല്ലാവർക്കും ഇറങ്ങിക്കാൻ പറ്റും. നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് ഇതുവഴി പോയതൊരു ഓർമ്മയുണ്ടോ? അയ്യോ ഞാൻ മറക്കൂല അത്. അതായത് നമ്മളിപ്പോ പോകുന്ന വെച്ചാൽ നമ്മുടെ ഈ കാഞ്ഞാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തിരിഞ്ഞിട്ട് വാഗമണിലേക്ക് കയറി പോകുന്ന വഴിക്കാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ടൊരു ട്രിപ്പ്, അന്ന് ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് നമുക്ക് വേറെ ദൂരേക്കൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടൊരു ട്രിപ്പ് പോണത് ഈ എന്താ പറയാ ഈ വഴിക്കാണ്. അന്ന് പെരുമഴ പെയ്തിട്ട്, പെരുമഴ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇവിടെ ഒരു വണ്ടി അങ്ങ് ആ സമയത്താന്ന് തോന്നുന്നു. അതായത് ഇവിടെ ഒരു കാറ് ഇതുപോലെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ഈ വെള്ളച്ചാട്ടം തന്നെയാണോ അതിന് കഴിഞ്ഞിട്ട് ഓർമ്മയുണ്ട്, അതാണോ അറിയില്ല. കാറ് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് വെള്ളം പോകുന്ന ഒരു സ്ഥലത്ത് അവര് റോഡിലേക്ക് ഈ വെള്ളത്തിലേക്ക് കാർ ഇറക്കിയതാണ്. അവര് പെട്ടെന്ന് ഇങ്ങനെ കടന്നു പോരാൻ വേണ്ടിട്ട് കാർ ഇറക്കിയപ്പോ ആ കാർ ഒഴുകിപ്പോയി ആ വെള്ളത്തില്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ പെരുമഴ. മഴ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പാറയത് ഇങ്ങനെ കുത്തി വലിച്ചു വരാം റോഡിലേക്ക്. എന്റെ പൊന്നെ എങ്ങനെയൊക്കെയോ ഇവിടുന്ന് അതിനേക്കാളും വഴി കാണുന്നില്ല, വഴി കാണാനേ പറ്റുന്നില്ല. ഒരു കുറച്ച് സ്ഥലം കാണാൻ പറ്റുന്നുള്ളൂ, ബാക്കി ഫുൾ മഞ്ഞ് ഇങ്ങനെ മൂടി കിടക്കുക. അപ്പൊ എനിക്ക് അന്ന് ഭയങ്കര ടെൻഷനായി പോയി. റേസിയാമ്മ പ്രത്യേകിച്ച് കാടും മലയൊന്നും അങ്ങനെ കണ്ട് ശീലമുള്ള ഒരാളുമല്ല. നമ്മുടെ അവിടേക്ക് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ, പിന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആദ്യമായിട്ട് അങ്ങനെ പോണേ. അപ്പൊ ഞാൻ ശരിക്കും ടെൻഷനായി പോയി. എന്തായാലും അതൊരു ഈ വഴിക്ക് എപ്പോ വന്നാലും പിന്നീട് എപ്പോ വന്നാലും നമുക്കൊരു പേടി സ്വപ്നം പോലെ ആ ഒരു അനുഭവം ഇങ്ങനെ കിടക്കാം. നമ്മളിപ്പോ തന്നെ എത്തും നമ്മുടെ മുകളില്. പവർ ഹൗസിന്റെ സാധനം കാണുന്നുണ്ടോ? ഫോണിനകത്ത് കിട്ടുന്നില്ലല്ലേ? ശരി, ഇങ്ങോട്ട് ഇപ്പൊ കിട്ടി. ആ കാണുന്നത് പവർ ഹൗസിന്റെ സംഭവങ്ങളാണെന്നാണ് തോന്നുന്നത്. അതെ അതെ അതെ, ശരി. മൂലമറ്റം, അതെ. ഞങ്ങൾ അങ്ങനെ പോകുമ്പോഴാണ് ഒരു ഓഫ് റോഡ് സ്റ്റണ്ട് കണ്ടത്. അതായത് ഒരു ജിംനി എങ്ങനെയോ ആ മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്, ഒരു ജിംനി താഴെ അത് കയറാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജിംനിയുടെ ഉള്ളിൽ നിന്ന് തന്നെ രണ്ടുപേരെ ഇറങ്ങി നിന്നിട്ട് വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്, എതിരെയാണ് വരേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് കണ്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ അങ്ങനെ സ്റ്റക്കായിപ്പോയി. അതാ ഒരു ജിംനിയും ജീപ്പും നേർ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജീപ്പിന്റെ തട്ടിങ്ങനെ താന്ന് തന്നെ നിൽക്കൂട്ടോ. അതെ, നോക്കി ആ ജിംനി എന്താ ചെരിഞ്ഞവിടെ കിടക്കണം. പക്ഷെ വേറെ ജിംനി ഏറ്റവും മുകളിൽ നിൽക്കണുണ്ടോ? ഇവിടേക്ക് ചെറിയൊരു മഴ പെയ്താൽ ഫുള്ള് മഞ്ഞ് മൂടി നിൽക്കും. ഞാൻ നിർമ്മല കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ബിന്ദുവാനിയുടെ ആൾട്ടോയിൽ ഞങ്ങളൊരു 3-4 പേര് ഇങ്ങനെ ഒന്ന് വാഗമണ്ണ് വന്നു. ഒരു സ്ട്രൈക്കിന്റെ ദിവസം ചെറിയൊരു ചാറ്റമഴയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറി വന്നെ. എന്താ ഒരു രസം എന്ന് പറയാം. ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ റോട്ടിൽ കൂടെ ഇറങ്ങി നടന്നു വന്നിട്ട് കുറെ. അതുപോലെ ഇവിടെ മറ്റേ ജോസഫ് സിനിമയിലൊക്കെ എന്തൊക്കെയോ കുറെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ള അതിനകത്ത് നായിക മരിക്കുന്ന സ്ഥലമൊക്കെ അതൊക്കെ ഈ ഭാഗത്തൂടെ തോന്നുന്നു.
പക്ഷെ ഒരു രസമുണ്ട്. നല്ല രസമുണ്ട്. പിന്നെ നല്ല ഭംഗിയല്ലേ കാണാൻ. കുറച്ച് ഇപ്പൊ ആക്ച്വലി ഇത്തിരി തണുപ്പ് വരുന്നുണ്ട്. ആ നല്ല തണുപ്പ്, ചെറിയൊരു തണുപ്പുണ്ട്. കാറ്റടിക്കുമ്പോൾ നല്ല തണുപ്പ് പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്ഥലം, ഞാൻ പറഞ്ഞ സ്ഥലം. ഇവിടെ നല്ല തിരക്കാണല്ലോ. ഇവിടെയാണോ? ഇത് തന്നെ. ബെൽ ഫാം. നമുക്ക് പോയിട്ട് കഴിക്കാം. മല കണ്ടോ? ദേ കാണല്ലോ മല. മല ഇഷ്ടായോ? മലയുടെ മുകളിൽ കയറണോ? ഓക്കെ ബാ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. നോക്കി. പോയോ? ആടിക്കോട്ടാ. നോക്കട്ടെ. സൂപ്പറാണല്ലോ. അവിടെ കൊണ്ടുവരില്ലടാ പാപ്പു, അവിടെ കൊണ്ടുവരുള്ളൂ. നമ്മൾ അവിടെ പോയി എടുക്കണം. ഇവിടെ ഇരുന്ന് നല്ല കഴിക്കുക. നമ്മൾ അവിടെ ഒരു കോട്ടേജ് ഉണ്ട്, അവിടെ പോയിരുന്ന് കഴിക്കുക. അവിടെ ഇരുന്ന് കഴിക്കണോ? വേണ്ടടാ. എന്നാ ബാ, എടുത്തിട്ട് വരാം. ബാ, എടുത്തിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാം. വായോ. പയ്യ 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 പയ്യ. അവിടെ പോയി നോക്കണോ? നമുക്ക് നോക്കാട്ടാ. അപ്പുറത്ത് പോയി ചാടൂട്ട. ഇത് കുറെ സാധനങ്ങൾ കയറ്റാം. ഇതിനകത്ത് ആൾക്കാർക്ക് കയറാൻ. ബാക്കിൽ കുറെ സാധനങ്ങൾ ഇടാം. ഈ വണ്ടിയുടെ പേരെന്താ? ആൾട്ടോ അല്ല, ഈക്കോ. ഇപ്പൊ ഓൾട്ടോ കിട്ടിയതിന് ശേഷം എല്ലാം ഓൾട്ടോയാ. പക്ഷെ ഓൾട്ടോനെ അവൻ പറയാ ബേബി കാർ എന്നാട്ടോ. എന്റെ ബേബി കാർ. ജോണൂസ് ഈ പറഞ്ഞ പോലെ ഒരു നല്ലൊരു വണ്ടി പ്രാന്തനാവാനുള്ള എല്ലാ സാധ്യതയും കാണാൻ. അതെ അതെ. ഹൗസിന് അത്ര ഇല്ല. എന്ത് പ്രാന്തനാണ് ഇവൻ. സ്വിച്ച് ഇലക്ട്രോണിക്സ് പ്രാന്തനാന്നുണ്ട്. അല്ലടാ, പാത്രങ്ങള്, ഇലക്ട്രോണിക്സ് സാധനങ്ങൾ, അതൊക്കെയാണ് അവന് ഇഷ്ടം. ഹലോ, ഹായ്. ഇത് വണ്ടിയോട് ആര്? ആ, ട്രാക്ടർ. ആ, എന്തിന് അവിടെ വെച്ചോ? വെക്കടാ കുഞ്ഞ. എങ്ങനെയുണ്ട്? നല്ലതാണോ? ഇഷ്ടായി? ഇപ്പൊ നമ്മളെവിടെ? മലയുടെ മുകളിലാ നമ്മൾ. വ്ലോഗിംഗ് ആണോ? അല്ല. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാമോ? ഇവിടത്തെ ജ്യൂസ് തണുത്തതാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണ്ട. ഞങ്ങക്ക് നല്ല ഞങ്ങക്ക് തണുപ്പില്ലാത്ത ജ്യൂസ് വെക്കാം. തണുപ്പില്ലാത്ത തണുപ്പില്ലാത്ത ജ്യൂസ് വെക്കാം. ഓക്കെ. പോയി. ഇപ്പൊ ഇവിടെ നിന്ന് എന്താ മേടിക്കണ്ടേ? ബൂസ്റ്റ് മതിയോ? ചേട്ടാ? ചേട്ടന് ബൂസ്റ്റ് മതിയോ? ചേട്ടന് ബൂസ്റ്റ് ഇഷ്ടം. ഫോട്ടോ എടുക്കാൻ പാടില്ല.
എന്താ എന്തുപറ്റി എന്തുപറ്റി ഒന്നുമില്ല ഒന്നുമില്ലേ ചൂടില്ല അമ്മേ ഇല്ലേ ഓക്കെ അപ്പൊ ലേസിന്റെ പാക്കറ്റ് കൊണ്ട് വെച്ചോളെ അപ്പന്റെ പേരെന്താ എന്തായിന്ന് അപ്പയുടെ മുടി നോക്കിക്കേ എന്നിട്ട് എന്തായി മുടി വെട്ടിയിട്ട് അപ്പൊ മുടി വെട്ടി ആ എന്നിട്ടോ അപ്പ 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 അടിപൊളിയായിട്ട് മുടി വെട്ടി അപ്പയാണോ വെട്ടിയേ വേറൊരു ചേട്ടനല്ലേ വെട്ടിയേ അപ്പൊ വെറുതെ ഇങ്ങനെ ഇരുന്ന് കൊടുത്തല്ലേ ഉള്ളൂ അപ്പ മുടി വെട്ടുന്ന ഫിഷ് കട്ട്ലേറ്റ് പേപ്പറാണ് അത് സാരമില്ല നീ കയ്യിലുള്ള ഇഷ്ടായോ പാപ്പു ഇഷ്ടായോ പാപ്പു ഇഷ്ടായോ സാരമില്ല വേപ്പില വേപ്പില പറ്റില്ല നമുക്ക് ഇപ്പഴും നമുക്ക് ഇഷ്ടമല്ല കഴിച്ചോട്ടാ വലത്തെ കൈ ഒടിഞ്ഞതിന് ശേഷം ഇപ്പൊ എല്ലായിടത്തെ കൈ ഉണ്ടോ കുറച്ചു കാലം ഇതിങ്ങനെ ഇട്ട് നടന്നപ്പോ ഇതിന്റെ മറന്നുപോയി ഇപ്പൊ എല്ലായിടത്തെ കൈ എല്ലാം ഇപ്പൊ ഇടത്തെ കൈ കൊണ്ടാ ദൈവമേ ഇടം കയ്യനായോ ഇടത്തെ കൈയായി ബുദ്ധി കൂടുന്നു പറയുന്നുണ്ട് കൈ ഒടിഞ്ഞാൽ ബുദ്ധി കൂടുമെന്ന് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ പക്ഷെ ഇപ്പൊ വലത്തെ കൈ എടുത്തു മറ്റേ കയ്യിൽ ഫിഷ് ഇടുന്നുണ്ട് ചവിട്ടി വിടങ്ങട് ഒരു ഓണടിച്ച് ചവിട്ടി വിട് പാപ്പാ എന്തുപറ്റി അയ്യോ ക്ലച്ചിലൊന്നും ചവിട്ടണ്ടാട്ടോ ചിലപ്പോ ഉരുണ്ടു പോവും മതി ഇറങ്ങിക്കോ ഇറങ്ങല്ലേ അയ്യോ വേണ്ട 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 അതെന്താണാവോ ഗിയറാണോ എനിക്കറിയില്ല അല്ല അത് ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നത് ആണോ അതെന്തിനാ അങ്ങനെ അങ്ങനെ ആക്കണേ ഇതിന് വൈപ്പർ വേണ്ട ഇതിന് ഗ്ലാസ് ഇല്ല പിന്നെ എന്തിനാ വൈപ്പർ വൈപ്പർ ഇല്ല ഇതിന് ഇപ്പൊ ഗിയർ ആയിരിക്കും ഇതെന്താ ആ എനിക്കറിയില്ല അത് സ്പീഡാണോ സ്പീഡ് കാണിക്കുന്ന കേട്ടോ വാ ഇറങ്ങിക്കോ വണ്ടികളെ വെട്ടിക്കുന്ന സ്പീഡാ ആ വണ്ടികളെ വെട്ടിക്കണ സ്പീഡ് അപ്പോൾ ഈ സ്ഥലം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ത്രേസ്യമ്മേനെ ഇവിടെ വരെ കൊണ്ടുവന്നതാ ഈ സ്ഥലങ്ങളും ബാക്കിലുള്ള ഈ സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് എന്താ പറയാ നല്ല രസമുള്ള ഒരു സ്ഥലമല്ലേ ത്രേസ്യമ്മ നിങ്ങൾ എപ്പോഴെങ്കിലും വാഗമൺ റൂട്ട് പോകുമ്പോ അതെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ നല്ല ഫിഷ് കട്ട്ലേറ്റ് ഒക്കെ ഇവിടെ കിട്ടും അത് ഇവര് ഇവിടെ തന്നെ നമുക്ക് ലൈവായിട്ട് അതെ ലൈവായിട്ട് ഉണ്ടാക്കി തരണതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ അപ്പം മറക്കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്തോളൂ ഓക്കെ ബൈ ബൈ